എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്ന യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60 അധ്യായം 1 വാക്യം. ഫിലഡൽഫിയ എന്ന അമേരിക്കയിലെ ഒരു പട്ടണത്തിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യുതി എത്തിച്ചേരുന്നതിന് മുൻപ് ആ പട്ടണത്തെ അറിയപ്പെട്ടിരുന്നത് സിറ്റി ഓഫ് ഡാർക്ക്നെസ് എന്നാണ്, ഇരുട്ടിൻ്റെ പട്ടണം. ആ പട്ടണത്തിൽ കൊള്ളക്കാരും ദുഷ്കർമ്മികളും ദുർമാർഗികളും ഈ ഒരു ഇരുട്ട് സൗകര്യപ്രദമായ ഒരു വാസസ്ഥലമായിട്ട് അവർ വേർതിരിച്ചു, അവരങ്ങനെ കരുതി. ഇതിലെല്ലാം മനം നൊന്ത് ഭാരപ്പെട്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു, ഇതിനൊരു മാറ്റം വരുവാൻ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും. അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് മുമ്പിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു വിളക്ക് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം ആ റാന്തൽ വിളക്കിൽ എണ്ണയൊഴിച്ച് കത്തിച്ച് അതിൻ്റെ ഗ്ലാസുകൾ ഭംഗിയായി തുടച്ച ദിവസവും 6 മണിക്ക് മുമ്പ് അദ്ദേഹം അതെല്ലാം ഒരുക്കും തയ്യാറാക്കും. ഫ്രാങ്ക്ലിന് ഒരു വിളക്ക് വയ്ക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് 10 വിളക്ക് കത്തിച്ചുകൂടാ എന്ന് മറ്റൊരു വ്യക്തി ചിന്തിച്ചു. ആ പട്ടണത്തിലെ പല തെരുവുകളിലും മത്സരബുദ്ധിയോടുകൂടി ആളുകൾ അവരവരുടെ വീടിൻ്റെ മുമ്പിൽ മനോഹരമായ വിളക്കുകൾ സ്ഥാപിക്കുവാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് അവിടെയെല്ലാം ദീപാലങ്കാരം പോലെയായി തീർന്നു. ആ പട്ടണത്തിന് തുടർന്ന് സിറ്റി ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ പട്ടണം എന്ന് പേരുണ്ടാകുവാൻ പിന്നെ വൈകിയില്ല. ഫ്രാങ്ക്ലിൻ എന്നൊരു വ്യക്തിയുടെ ബുദ്ധിയിൽ ഉദിച്ച ആശയം പെട്ടെന്ന് ഫലവത്തായി തീർന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ലോകത്തിന് പ്രകാശമായി തീരുവാൻ നമ്മുടെ ജീവിതത്തെ ലോകത്തിൻ്റെ അന്ധകാരത്തെ കീറി മുറിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കാം.